പ്രിയപ്പെട്ടവരെയും, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നാൽ നമ്മൾ വളർച്ചയിലേക്ക് നീങ്ങുമ്പോൾ മനസ്സിലാകുന്ന ഒരു രഹസ്യം ഇതാണ്: നമ്മളല്ല, പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് നമ്മളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് എന്നുള്ള ഒരു രഹസ്യമാണ്. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. സമരിയാക്കാരി വെള്ളം കോരാൻ വന്ന സ്ഥലത്ത് അവളെ തേടി ഈശോ വന്നിരിക്കുന്നു. കാറ്റഗിസത്തിൽ 2560 ഖണ്ഡികയിലാണ് പറയുന്നത്, വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. പ്രൈസ് ദ ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനം ഇതാണ് പറയുന്നത്: അവൻ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. നിങ്ങൾ എൻ്റെ അടുത്തിരുന്നാൽ മതി. ഞാൻ പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്ന ആ പ്രസാദവരം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളങ്ങ് റിസീവ് ചെയ്യുക. അപ്പം നമ്മൾ റിസിപ്പിയൻ്റാണ്, നമ്മളിത് സ്വീകരിക്കുന്നവരാണ്. ആ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ചുമ്മാ ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചല്ല വന്നിരിക്കുന്നത്. നമുക്കെല്ലാം നൽകുന്ന ദൈവത്തെ തന്നെ കിട്ടും എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നേക്കണത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. 2616 കാറ്റഗിസത്തിൽ തുറന്നപ്പോൾ തന്നെ അത് കിട്ടി. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ പറ്റി വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. കണ്ടോ, 3 വിധത്തിലാണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മാനങ്ങൾ. ഒന്ന്, നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യപുരോഹിതനായ യേശു, പുരോഹിതൻ്റെ പണി എന്താ? പ്രാർത്ഥിക്കുക. നിത്യപുരോഹിതനായ ഈശോ പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. യേശു നമ്മുടെ ശിരസ്സും. നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. അപ്പോൾ അതിൽ ജനറലായിട്ട് നമ്മൾ ഈ അവസാന ഭാഗമാണ് എടുക്കാറ്. നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. നമ്മൾ അങ്ങോട്ട് കുറേ ചോദിക്കണം. ഞാൻ ഇതേമാതിരി ഒരിക്കൽ 1.5 മണിക്കൂർ ഇരുന്ന് കുറേ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഇതാനുഭവത്തിനും ചൊല്ലി അങ്ങ് പോകുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, തോമസ്. ഞാൻ നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. വീണ്ടും കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഈശോ എന്നെ വിളിക്കുകയാണെന്ന്. ഞാൻ ഓടി വന്ന് മുട്ടുകുത്തി, ഈശോയെ, എന്താ? നീ 1 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാമായിരുന്നല്ലോ. ഓഹോ, അത് ശരിയല്ലേ. ഈശോ ആരാ? ഈശോ സർവാധിപനും സർവവ്യാപിയും സർവ്വതും അറിയാവുന്ന ദൈവം തമ്പുരാനാണ്. ക്ഷമിക്കണം ഈശോയെ. അപ്പം ഞാൻ സമയം കളഞ്ഞോ? നിൻ്റെയും സമയം കളഞ്ഞു, എൻ്റെയും സമയം കളഞ്ഞു. കുഴപ്പമില്ല. നിൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം ഞാൻ മുമ്പേ ഒരുക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, എന്നാൽ അത് വേഗം പറഞ്ഞേ. ഇതായിരുന്നു നീ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. അതിൻ്റെ അർത്ഥം
ഈ 1 മണിക്കൂർ ഞാൻ കുറേ ആവലാതി പറഞ്ഞത് മുഴുവനും ഒറ്റ സെൻറ്റൻസിൽ വേണമെങ്കിൽ പറയാം. കർത്താവേ, എൻ്റെ കാര്യം എല്ലാം അങ്ങേക്ക് അറിയാലോ, എൻ്റെ കുടുംബകാര്യവും എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങേക്ക് അറിയാലോ, ഇതിനെന്താ ഒരു പരിഹാരം? അതെനിക്കൊന്ന് പറഞ്ഞു തായോ. എന്നിട്ട് ശാന്തമായിട്ടിരിക്കുക, എന്നിട്ട് ശ്രവിക്കുക. ശ്രവണമാണ്. അങ്ങനെ ഞാൻ ശ്രവിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പരിഹാരം, ഒരു ഉത്തരം എനിക്ക് കിട്ടി. ഞാനങ്ങ് സന്തോഷിച്ചാഹ്ലാദിച്ചു. പ്രശ്നത്തിന് പരിഹാരമായി. സ്നേഹമുള്ളവരെ, നിങ്ങളൊന്ന് ഇങ്ങനെയൊന്ന് പരിശ്രമിച്ച് നോക്കുവിൻ. സുവിശേഷത്തിൽ നമുക്ക് കാണാം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത്, അവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം, 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, 5-ാം അധ്യായത്തിൽ അവനാകട്ടെ വിജനപ്രദേശത്തിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താണ് അവൻ ഈ പ്രാർത്ഥിക്കുന്നത്? വിസ കിട്ടാൻ വേണ്ടിയാണോ? കാർ മേടിക്കാൻ വേണ്ടിയാണോ? ഭൂമി മേടിക്കാൻ വേണ്ടിയാണോ? മോളുടെ കല്യാണം നടക്കാൻ വേണ്ടിയാണോ? ക്ഷമിക്കണം കേട്ടോ. എന്താ അവിടെ പ്രാർത്ഥിച്ചത്? ലോകം മുഴുവനുമുള്ള ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയാണ് ഈശോ പ്രാർത്ഥിച്ചതെന്ന് വിശ്വസിക്കുക. ഈശോ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ ബാല്യകാലം മുതൽ ഈ സങ്കീർത്തനങ്ങളെല്ലാം ഈശോയുടെ പ്രാർത്ഥനകളായിരുന്നു. എല്ലാ സങ്കീർത്തനങ്ങളും ഈശോയെക്കുറിച്ചാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും എന്ന് 22-ാം സങ്കീർത്തനത്തിൽ യേശുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നത് യേശു എല്ലാ ദിവസവും പാടുമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ഈശോ പാടുമ്പോൾ ഈശോയുടെ മാനുഷിക വ്യക്തിത്വത്തെയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് എൻ്റെ ഈ മനുഷ്യ ശരീരത്തെ ആണികൾ അടിച്ചിരിക്കുന്നത്. ഓ ദൈവമേ, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, എൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ഇതെല്ലാം സങ്കീർത്തനങ്ങളെല്ലാം ഈശോയുടെ പ്രാർത്ഥനയാണ്. എല്ലാം അത് ഇസ്രായേൽ ജനം ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പേ പാടിയിരുന്നു, ഇതറിയാതെ തന്നെ. സ്നേഹമുള്ളവരെ, ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പം നമ്മൾ ലൂക്ക 5-ാം അധ്യായം 6-ാം അധ്യായത്തിൽ ഈശോ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ അപ്പസ്തോലന്മാരെ വിളിച്ചു. 12 പേര് നിങ്ങളൊക്കെ അപ്പസ്തോലന്മാരാണ്. ആര് ഇൻ്റർവ്യൂ നടത്തി? ഒരു ഇൻ്റർവ്യൂ ഇല്ല. പിതാവ് പറഞ്ഞു, ഇന്ന ആൾക്കാരെയൊക്കെ നീ വിളിച്ചോ, അവരാണ് നിൻ്റെ അപ്പസ്തോലന്മാർ. രാവിലെ മലമുകളിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ വലിയ ഒരു ജനസമൂഹം അവിടെ കണ്ടിരുന്നു. അവൻ്റെ മേത്തൊന്ന് തൊട്ടപ്പോഴേക്കും ശക്തി നിറഞ്ഞ് എല്ലാവരും സുഖപ്പെട്ടു. 6:19 കണ്ടോ? ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെട്ടു. എവിടെ നിന്ന് ഈ ശക്തി വന്നു? രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി മുഴുവനും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുകയാണെങ്കിൽ 8-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ അവൻ മലമുകളിൽ കയറി മോശയും ഏലിയായും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 9-ാം അധ്യായത്തിൽ ഈശോയുടെ മുഖം മുഴുവൻ കണ്ടോ. അത് കഴിഞ്ഞ് 10, 11 നോക്കും, എല്ലാം പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം ഈശോയുടെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോൻ്റെ അടുത്ത് ഇരുന്നിട്ട്, ഈശോയെ നീ പ്രാർത്ഥിക്കുക, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുവിൻ, നമുക്ക് ഈശോയുടെ പ്രാർത്ഥനയിൽ ആശ്രയിക്കാം. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പിതാവേ, അങ്ങാണ് ഏക സത്യദൈവമെന്നും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയാനും ആണ് നിത്യജീവനെന്ന് ഇവർക്ക് അറിയണേ. അങ്ങാണ് എന്നെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത് ലോകം മുഴുവനും അറിയട്ടെ. അവർ സത്യത്താൽ വിശദീകരിക്കപ്പെടട്ടെ. ഇവരെല്ലാവരെയും നേടണം നമുക്ക്. ഇവരൊരാൾ പോലും നരകത്തിൽ പോകരുത്. ഇവരൊരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും. ഓ
ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. ഓ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നു, സകല മാലാഖമാർ പ്രാർത്ഥിക്കുന്നു, സകല വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ചേരാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയിൽ ചേരാം. സകല വിശുദ്ധരും ഒന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുകുത്തി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. നമുക്ക് മുട്ടുകുത്തി ഈശോയെ ആരാധിച്ചുകൊണ്ട് കർത്താവേ, മാനവരക്ഷകനേ, നരനുവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീ എന്നോ ശരീരങ്ങൾ എല്ലാവരും ആരാധിച്ചു. നീ തന്നെ ആത്മാവിന് രക്ഷയേകുന്നു. അഖില ലോക നായക ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു ഈശോയെ.
ഈശോയാണ് പ്രാർത്ഥനയുടെ നീരൊച്ചാൽ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുക. നിത്യപുരോഹിതനായ ഈശോ പണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഒരാത്മാവ് പോലും നശിച്ചു പോകരുത്. പിതാവേ, എല്ലാവരെയും ഞാൻ അങ്ങേക്ക് തിരിച്ചു തരും, എല്ലാവരെയും രക്ഷിക്കും ഞാൻ. അതിനുവേണ്ടിയുള്ള ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മളും ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ലോകം മുഴുവനും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രാർത്ഥന പിതാവേ, എല്ലാവരും അങ്ങേ അറിയുന്നതിനും എല്ലാവരും അങ്ങേ അറിയട്ടെ. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയിച്ച യേശുക്രിസ്തുവിനെയും എല്ലാവരും അറിയട്ടെ. ഹലബല 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 ഹല. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളിൽ പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമുക്ക് ഈ ബോധ്യത്തോടു കൂടി നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥയെ സമർപ്പിക്കാം. രോഗാവസ്ഥയിലുള്ളവർ, മാറാൻ രോഗങ്ങളിൽ കഷ്ടപ്പെട്ട് വലയുന്നവർ, മരുന്നില്ലാത്ത അവസ്ഥ, മാറാത്ത രോഗങ്ങൾ, ഓ ദൈവമേ, ഓ ഈശോയെ, എല്ലാവരും കരമുയർത്തി ഈശോയെ അങ്ങ് പ്രാർത്ഥിക്കണമേ. ലാസറിന്റെ ഭവനത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചു, ലാസറേ പുറത്തു വരിക. ആബാ പിതാവേ, ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങന്റെ പ്രാർത്ഥന കേൾക്കും, അങ്ങന്റെ പ്രാർത്ഥന കേൾക്കും. ലാസറേ പുറത്തു വരിക. ഈശോ ലാസറിന്റെ ഭവനത്തിൽ പ്രാർത്ഥിച്ചു. ഈശോ ഓരോ സ്ഥലത്തും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഇപ്പോൾ പിതാവിന് വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറാൻ, രോഗങ്ങൾ, കഷ്ടതകൾ, തകർച്ചകൾ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഹലബല ഹലബല ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ജീവനുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാ ഇപ്പോൾ കർത്താവിന്റെ വലതുകരം ഉയർത്തി കർത്താവ് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, തളർവാദ രോഗികൾ സൗഖ്യമാകട്ടെ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ, അസ്ഥി സംബന്ധമായ രോഗമുള്ളവർ സൗഖ്യമാകട്ടെ. ഈശോ പ്രാർത്ഥിക്കുന്നു, ഈശോ പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കാത് കേൾക്കാൻ കുറവുള്ളവർ സൗഖ്യമാകട്ടെ, ശിരസ് സംബന്ധമായ എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. കഴുത്തിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ജനനേന്ദ്രിയങ്ങളിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രക്തസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചർമ്മ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നാഡി ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെയും, ഈശോയുടെ പ്രാർത്ഥന ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പോകുന്നത്
ആദ്യമായിട്ട് പ്രാർത്ഥനാ വരം ഞങ്ങളിൽ തുറക്കണമേ. പ്രാർത്ഥന ഉത്ഭവിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. അങ്ങയുടെ വെള്ളച്ചാട്ടം പോലെയാണ്, വെള്ളച്ചാട്ടം പോലെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുന്നത്. ആഴത്തെ വിളിക്കുന്നു എന്ന് സങ്കീർത്തനം 42 പാടുന്നത്. ദൈവത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിൽ ഒത്തുചേരുന്നതിലാണ് പ്രാർത്ഥന. അങ്ങയുടെ വെള്ളച്ചാട്ടം ഒഴുകട്ടെ, അങ്ങയുടെ വെള്ളച്ചാട്ടത്തിൽ നമ്മൾക്ക് നിറയാം. അങ്ങയുടെ വെള്ളച്ചാട്ടം പോലെ അങ്ങയുടെ കൃപ ലോകം മുഴുവനിലേക്കും ഒഴുകട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപ വെള്ളച്ചാട്ടം പോലെ എല്ലാവരിലേക്കും ഒഴുകട്ടെ. ഈശോയേ, ഈശോയേ, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും യേശുവിന്റെ നാമത്തിന്റെ മേൽ മുട്ടുമടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം മുഴുവനിലേക്കും അങ്ങയുടെ ജ്ഞാനം ഒഴുകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷ ലോകം മുഴുവൻ അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ആകുന്ന നല്ല ഇടയൻ, ഈശോ ആകുന്ന നല്ല ഇടയൻ തന്റെ ആടുകളെ നയിക്കും. ഈശോ ആകുന്ന ഇടയൻ ആടുകളെ പച്ചപ്പുല്ലിലേക്ക് നയിക്കും, ജലാശയത്തിലേക്ക് നയിക്കും. വരുവിൻ, നമുക്ക് 23-ാം സങ്കീർത്തനം പാടിക്കൊണ്ട്, 23-ാം സങ്കീർത്തനം പാടിക്കൊണ്ട്, ഈശോയോടൊപ്പം നമുക്ക് പാടിക്കൊണ്ട്, ഈശോയുടെ പ്രാർത്ഥനകളെല്ലാം സങ്കീർത്തനങ്ങളായിരുന്നു. കൈയടിച്ച് പാടിക്കൊണ്ട് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് ലോകം മുഴുവനെയും പച്ചപ്പുൽത്തകിടിയിലേക്ക് നയിക്കുന്ന ഇടയനെ, പച്ചപ്പുല്ലാകുന്ന വചനവും പരിശുദ്ധാത്മാവാകുന്ന ജലാശയത്തിലേക്ക് നയിക്കണമേ. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് ഈശോ സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചു. ഈശോയെ കുറിച്ച് തന്നെയാണ് എല്ലാ സങ്കീർത്തനങ്ങളും. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പച്ചപ്പുല്ല്, ഈ ജലാശയത്തിലേക്ക് ഈശോയെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് എല്ലാ ജനതകളെയും പച്ചപ്പുല്ലിലേക്ക് നയിക്കുന്ന ഇടയനെ, ജലാശയത്തിലേക്ക് നയിക്കുന്ന ഇടയനെ, എല്ലാവരെയും എല്ലാ മനുഷ്യരെയും ദൈവത്തിന്റെ വചനമാകുന്ന പച്ചപ്പുല്ല് ലബാ ലബ 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 ഹല്ലബാ ലബ 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 ലബ. ഒരിക്കൽ കൂടി പാടിക്കൊണ്ട്, ഒരിക്കൽ കൂടി
ഒരിക്കൽ കൂടി നമുക്ക് ആ സങ്കീർത്തനമേറ്റ് പാടിക്കൊണ്ട് ഈശോയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. കൈയടിച്ച് അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തന്റെ നാമത്തെ പ്രതിനീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തന്റെ നാമത്തെ പ്രതിനീതിയും പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. വടിയും കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവും. നന്ദി ഈശോയേ, ഈശോയേ നന്ദി. കർത്താവാണെന്റെ ഇടയൻ, ഈശോയേ നന്ദി. ഈശോയേ നന്ദി. നന്ദി ഈശോയേ. നല്ല ഇടയനായ ഈശോയേ, എല്ലാ ആടുകളെയും ഞങ്ങൾ ഓരോരുത്തരെയും ലോകം മുഴുവനെയും പച്ചപ്പുല്ലിലേക്ക് നയിക്കുകയും ജലാശയമാകുന്ന പരിശുദ്ധാത്മാവിലേക്ക് നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുതുജീവൻ നൽകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. നമുക്ക് ഈശോയുടെ ആശീർവാദം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ